ബ്ലീഡിങ് ഇൻ ബിറ്റ്വീൻ പീരീഡ്സ് ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതേപോലെ തന്നെ ബ്ലീഡിങ് ആഫ്റ്റർ ഹാവിങ് അല്ലെങ്കിൽ ആഫ്റ്റർ ബീയിങ് ഇൻറ്റിമേറ്റ് വിത്ത് എ പേഴ്സൺ ബ്ലീഡിങ് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മെനോപോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മെനോപോസ് കഴിഞ്ഞ് 1 ഇയർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വീണ്ടും ബ്ലീഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് ഇറ്റ് ചെക്ക്. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് പീരീഡ്സ് ആകുമ്പം എക്സ്ട്രീം പെയിൻ വരികയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽഡ് ടു മോഡറേറ്റ് പെയിൻ ഇസ് ഓക്കെ. നമ്മൾ ഒരു ബെഡിൽ തന്നെ ഇങ്ങനെ ചുരുണ്ട് കൂടി കിടക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, കോളേജിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഷുഡ് ഗെറ്റ് ഇറ്റ് ചെക്ക്. കാരണം ഒരു കുറച്ച് പെയിനൊക്കെ നോർമലാണ്, പക്ഷേ അബ്നോർമലായിട്ട് ഒരുപാട് പെയിൻ സഹിച്ച് ഇരിക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് പെയിൻ നോർമലൈസ് ചെയ്യുന്നുണ്ട്, അതത്ര നോർമൽ അല്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ എക്സസൈസിൻ്റെ റുട്ടീൻ മാറ്റി ഒരുപാട് എക്സസൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പീരീഡ്സിനെ ഡിലേ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് സ്ട്രെസ്, ഇപ്പോൾ എക്സാമിൻ്റെ സ്ട്രെസ് വന്നാൽ അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വരുന്ന ഒരു സ്ട്രെസ് ഉണ്ടാകും, അതും പീരീഡ്സിനെ ഡിലേ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് വല്ലപ്പോഴും കൂടി ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി ഇറഗുലറായി വരികയാണെന്നുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യണം. ഈ ടുവേർഡ്സ് മെനോപോസിന്റെ സമയത്തും ഈ പറഞ്ഞ പോലെയുള്ള ചില ഇറഗുലർ ആവാൻ വരുന്നുണ്ട്. ചാൻസസ് ഉണ്ട്. അത് നമ്മൾ ഡോക്ടറെ കാണേണ്ട ഒരു സാഹചര്യമാണോ, അതോ മെനോപോസിന്റെ ഒരു ലക്ഷണമാണെന്ന് കരുതി നമ്മൾ അതിനെ അങ്ങ് വിട്ട് കളയേണ്ട, എങ്ങനെയാണ് അതിന്റെ ഒരു ഡയറക്ഷൻസ്? മെനോപോസിൻ്റെ ടൈമിൽ ഇങ്ങനെ ഇറഗുലറായി വന്നു കഴിഞ്ഞാൽ, ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ഇറഗുലറായി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കൺസൾട്ട് ഡോക്ടർ ഇഫ് പോസിബിൾ. നിങ്ങൾ സ്വന്തമായിട്ട് മെനോപോസ് ആണെന്ന് ഡിസൈഡ് ചെയ്യാണ്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.